നമസ്കാരം. ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കാം. എന്താണ് ഇൻഷുറൻസ്, എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിൽ എന്തൊക്കെ കവറേജസ് ഉണ്ട്, എന്തൊക്കെ കവറേജസ് നമുക്ക് വേണം, ക്ലെയിം വന്നാൽ എന്ത് ചെയ്യണം, ക്ലെയിം ലഭിക്കാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇൻഷുറൻസ് എന്നാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ എഗ്രിമെൻ്റ് ആണ്. മോട്ടോർ അല്ലെങ്കിൽ വാഹന ഇൻഷുറൻസിൽ പ്രധാനമായും 2 തരം കവറേജുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ലയബിലിറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ OD അല്ലെങ്കിൽ ഓൺ ഡാമേജ് എന്ന് പറയുന്നത് കവറേജും. തേർഡ് പാർട്ടി അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻഷുറൻസ് എന്നാൽ ഒരു വാഹന ഉടമ നിർബന്ധമായും എടുത്തിരിക്കേണ്ടതും നിയമപരമായി വാഹനങ്ങൾക്ക് ഉണ്ടാവേണ്ടതുമായ ഒരു അടിസ്ഥാന ഇൻഷുറൻസ് പോളിസിയാണ്. ഇത് എന്തിനാണ് എടുക്കുന്നത്? ഇപ്പോഴും പലരും ഇൻഷുറൻസ് എടുക്കുമ്പോൾ സാധാരണയായി വിചാരിക്കുന്നത് ഇൻഷുറൻസ് എന്നാൽ വെറും തട്ടിപ്പാണ്, ഇൻഷുറൻസിൻ്റെ പേരിൽ വാങ്ങുന്ന പൈസയെല്ലാം സർക്കാരും ഇൻഷുറൻസ് കമ്പനികളും വെറുതെ കൊണ്ടുപോവുകയെന്നാണ്. പക്ഷേ നമ്മളൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ ആ വാഹനം അപകടത്തിൽപ്പെടുകയോ അതുമൂലം മറ്റുള്ളവരുടെ ജീവനോ സ്വത്തിനോ നഷ്ടം സംഭവിച്ചാൽ അതിന് വാഹന ഉടമ ബാധ്യസ്ഥനാണ്. അങ്ങനെ സംഭവിച്ചാൽ കോടതി നിയമപ്രകാരം നിർണ്ണയിക്കുന്ന എല്ലാ ബാധ്യതകൾക്കുള്ള സാമ്പത്തിക സംരക്ഷണമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നൽകുന്നത്. അതായത് വാഹനം അപകടത്തിൽപ്പെട്ട് ആൾക്കോ അയാളുടെ കുടുംബത്തിനോ നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം അത് എത്ര ലക്ഷമോ കോടി രൂപയായാലും അത് ഇൻഷുറൻസ് കമ്പനി നൽകുന്നു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെയാണ് വാഹനം അപകടപ്പെടുന്നതെങ്കിൽ ആ ബാധ്യത വാഹന ഉടമയുടെ മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കും വാഹനമുണ്ടെങ്കിൽ അത് നിരത്തുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും എടുത്തു വയ്ക്കുകയും അതിന് കാലാവധി തീരുന്ന മുറയ്ക്ക് അത് പുതുക്കി പോവുകയും ചെയ്യുക. നമ്മൾ സാധാരണയായി ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വാഹനത്തിൻ്റെ അടിസ്ഥാന പോളിസിയായ തേർഡ് പാർട്ടിയോടൊപ്പം ഓൺ ഡാമേജ് പ്രീമിയം കൂടി അടയ്ക്കുമ്പോഴാണ്. ഓൺ ഡാമേജ് അല്ലെങ്കിൽ OD പ്രീമിയം. ഇത് അപകടം മൂലം വാഹനത്തിനുണ്ടാകുന്ന നഷ്ടത്തിന് സാമ്പത്തിക സംരക്ഷണം നൽകുന്നു. എത്ര രൂപ പണി വരുന്നു അതിന് ആനുപാതികമായിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ ക്ലെയിം കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ OD ഡാമേജ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എല്ലാ ഫുൾ കവർ ഇൻഷുറൻസുകളിലും ഡിപ്രിസിയേഷൻ ബാധകമാണ്. അതായത് വാഹനത്തിൻ്റെ കാൽപ്പഴക്കവും തേയ്മാനവും മൂലം വാഹനത്തിൻ്റെ വാല്യൂവിൽ കുറവ് സംഭവിക്കും. ബമ്പർ ടു ബമ്പർ പോളിസി എന്നാൽ നമ്മളെടുക്കുന്ന ഫുൾ കവർ ഇൻഷുറൻസുകളിൽ ഡിപ്രിസിയേഷൻ ബാധകമാവുന്നു നമ്മൾ പറഞ്ഞു. ഈ ഡിപ്രിസിയേഷൻ എല്ലാം ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ നിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു ആഡ് ഓൺ കവർ ആഡ് ചെയ്യുന്നു. അപ്പോൾ വാഹനത്തിന് തേയ്മാനവും കാലപ്പഴക്കവും മൂലമുള്ള ഡിപ്രിസിയേഷൻ ബാധകമാവുന്നില്ല. ക്ലെയിം വന്നാൽ ആ പാർട്സിന് എത്രയാണോ വില വരുന്നത് അതിൻ്റെ ആക്ച്വൽ വില തന്നെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ എഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ, ടയറിനെ റിമ്മിനെയൊക്കെ കവർ ചെയ്യുന്ന റിം ആൻഡ് അലോയ്, നട്ട് ബോൾട്ട്, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ് അത്തരത്തിലുള്ളവയ്ക്ക് വേണ്ടി ക്ലെയിം കിട്ടാൻ വേണ്ടി കൺസ്യൂമബിൾ കവർ തുടങ്ങിയ ആഡ് ഓണുകൾ വരുന്ന പോളിസികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും B2B പോളിസി അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ: ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ആയ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, പ്രീമിയം കറക്റ്റ് സമയത്ത് അടയ്ക്കാതിരിക്കുന്നത്, CNG LPG കിറ്റ് നിങ്ങളുടെ വണ്ടിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനി അറിയിക്കാതിരിക്കുന്നത്, സ്വകാര്യ കാറ്, പ്രൈവറ്റ് കാറ് ടാക്സി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ക്ലെയിം റിജക്റ്റ് ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ക്ലെയിം സംബന്ധമായ തെറ്റായ വിവരങ്ങൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നത് ക്ലെയിം റിജക്റ്റ് ആകാനുള്ള കാരണമാണ്. അപകട വിവരം കൃത്യസമയത്ത് കമ്പനിയിൽ അറിയിച്ചില്ലെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആകാം. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അത് ഈ ക്ലെയിം റിജക്റ്റ് ആകാനുള്ള ഒരു കാരണമായിട്ട് വരാം. നിങ്ങൾ കാറിലേക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതും ചിലപ്പോൾ ക്ലെയിം നമുക്ക് റിജക്റ്റ് ആവാനുള്ള ഒരു കാരണമായിരിക്കാം. പിന്നെ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ത്യയിലെ മോട്ടോർ വാഹന ഇൻഷുറൻസ് നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ക്ലെയിം അനുവദിക്കുകയുള്ളൂ. പിന്നെ ഇൻഷുറൻസ് കമ്പനിയുമായി ക്ലെയിം റിലേറ്റഡുമായിട്ട് നമ്മൾ സഹകരിക്കാതിരിക്കുകയാണെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആവാം. അതുപോലെ തന്നെ ടാക്സി, കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഫിറ്റ്നസ്, പെർമിറ്റ്, അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പറുകളും കൃത്യമായി കറണ്ടായിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആവാം. വാഹന ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. RC ബുക്കിലെ പേര് മാറ്റിയാൽ എത്രയും വേഗം തന്നെ നമ്മുടെ ഇൻഷുറൻസിലെ പേരും ചേഞ്ച് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് ക്ലെയിം റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ സ്പോട്ട് ഫോട്ടോസ്, നമ്മൾ പല ആംഗിളുകളിൽ നിന്നുള്ള സ്പോട്ട് ഫോട്ടോസ്, അപകടത്തിൻ്റെ ആ തീവ്രത ദൃശ്യങ്ങൾ എടുത്തു വെക്കുന്ന ഫോട്ടോസ് നമ്മളെപ്പോഴും ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കുക. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ എത്രയും വേഗം ക്ലെയിം സംബന്ധിച്ച വിവരം അറിയിക്കുക. അതുപോലെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. FIR, GD എൻട്രി അവയ്ക്ക് ഫയൽ ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യസമയത്ത് തന്നെ നൽകുക. ഈ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളുടെ ഒരു കണക്ക് നമ്മൾ കൈവശം സൂക്ഷിക്കുക. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വർക്ക് അപ്രൂവൽ ലഭിക്കാതെ ഒരു വണ്ടിയും വർക്ക്ഷോപ്പിലിട്ട് പണിയരുത്.
അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മൾ കമ്പനിയെ അധികമായിട്ട് പെരുപ്പിച്ച് കാണിക്കാതിരിക്കുക. കൃത്യമായ എസ്റ്റിമേറ്റ്, കൃത്യമായ ഫൈനൽ ബില്ല് നമ്മൾ കമ്പനിക്ക് നൽകുക. പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ടാക്സി, കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ നമുക്ക് ട്രിപ്പ് ഷീറ്റ്, അതുപോലെ ഫിറ്റ്നസ്, പെർമിറ്റ്, ലോഡ് ചലാൻ, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. എപ്പോൾ കമ്പനി ആവശ്യപ്പെട്ടാലും നമ്മൾ ഈ പേപ്പറുകളെല്ലാം കൃത്യമായിട്ട് നൽകണം. നമ്മളൊരു പുത്തൻ കാർ എടുത്ത് അതിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 3 വർഷം തേർഡ് പാർട്ടിയും 1 വർഷം ഓഡിയും CPIയും ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് വരുന്ന ഓരോ വർഷവും നമ്മൾ ഈ ഓഡി കവറേജും ഓണർക്കുള്ള CPI കവറേജും പുതുക്കിയാലേ അതിനുള്ള ക്ലെയിം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത വർഷം തേർഡ് പാർട്ടി കവറേജസ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ പുതിയ 2 വീലറുകളിൽ 5 വർഷം തേർഡ് പാർട്ടിയും 1 വർഷം ഓഡി കവറേജും CPI കവറേജുമായിട്ടും ലഭിക്കുന്നത്. ശ്രദ്ധിക്കുക, തേർഡ് പാർട്ടി പോളിസിയുടെ കാലാവധി തീരുകയും ഓഡി കാലാവധി നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ തേർഡ് പാർട്ടി പോളിസി തീരുന്ന ഡേറ്റ് മുതൽ പോളിസി വാലിഡ് അല്ലാതാവുകയും ക്ലെയിം നിരസിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പോളിസിയിലെ നോ ക്ലെയിം ബോണസ് അഥവാ NCB എന്നാൽ നമ്മൾ ക്ലെയിം ചെയ്യാതിരിക്കുന്ന ഓരോ വർഷങ്ങളിൽ ലഭിക്കുന്ന അധിക ഡിസ്കൗണ്ടാണ് NCB. ഇത് മൊത്തം പ്രീമിയം തുകയിലല്ല, നമ്മുടെ ഓഡി പ്രീമിയത്തിൻ്റെ പോർഷനിൽ മാത്രമാണ് ബാധകമാവുന്നത്. NCB അർഹതയില്ലാത്ത വണ്ടിക്ക് നമ്മൾ NCB കൊടുത്താൽ ക്ലെയിം വരുമ്പോൾ എത്ര ശതമാനം നമ്മൾ NCB തെറ്റായി കൊടുത്തുവോ അത്രയും ശതമാനം എമൗണ്ട് നമ്മുടെ ക്ലെയിം എമൗണ്ടിൽ നിന്ന് കുറയ്ക്കപ്പെടാം. NCB അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം? ഒരു പോളിസിയിൽ ക്ലെയിം വന്നാൽ അടുത്ത വർഷം നമുക്ക് NCBക്ക് അർഹത കാണില്ല. പോളിസിയിലെ നെയിം ട്രാൻസ്ഫർ അഥവാ വണ്ടിയുടെ ഉടമയുടെ പേര് മാറ്റിയാൽ NCB നഷ്ടപ്പെടും. പേര് മാറ്റി 365 പോളിസി ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത NCBക്ക് അർഹതയുള്ളൂ. പോളിസി 90 ദിവസത്തിൽ കൂടുതൽ ബ്രേക്ക് ആയാൽ, അതായത് നിലവിലെ പോളിസി കാലാവധി അവസാനിച്ചതിന് ശേഷം പോളിസി പുതുക്കുവാൻ 90 ദിവസമോ അതിലധികമോ ആവുകയാണെങ്കിൽ NCB നഷ്ടപ്പെടാം. വെഹിക്കിൾ കൺവെൻഷൻ, പ്രൈവറ്റ് വാഹനം ടാക്സി ആക്കുമ്പോഴോ ടാക്സി വാഹനം പ്രൈവറ്റ് ആക്കുമ്പോഴോ തുടങ്ങിയ വാഹനത്തിൻ്റെ കാറ്റഗറിയിൽ RCയിലെ ചേഞ്ചസ് വരുത്തുമ്പോൾ NCB നഷ്ടമാകാം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പോളിസിയിൽ NCB തെറ്റായി രേഖപ്പെടുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അത് തിരുത്താനുള്ള നടപടികൾ. ഒരു ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം പോലീസിൽ ഇൻഫോം ചെയ്യുക, ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഫോം ചെയ്യുക, സ്പോട്ട് ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. കൂടാതെ ക്ലെയിമിന് നമ്മൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ഇത്രയും പേപ്പേഴ്സും നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ പോളിസി ഡോക്യുമെൻ്റ് കൃത്യമായി മുഴുവനായി വായിച്ചു നോക്കുക. രജിസ്ട്രേഷൻ നമ്പർ, RC ഓണറിൻ്റെ നെയിം, അപ്ലൈഡ് NCB തുടങ്ങിയവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പോളിസി ഡോക്യുമെൻറ്റിലെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അവ തിരുത്തലുകൾക്ക് വിധേയമാക്കുക. പരിവാഹനിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് അപ്ഡേറ്റ് ആയില്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുമായോ ഏജൻസിയുമായോ ബന്ധപ്പെടുക. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ പോളിസി വേഡിങ്സ് വായിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക, സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുക. താങ്ക് യു.